കാറ്റത്തെ കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റീൽ പാത്രങ്ങൾ എടുത്ത് തപ്പാൻ പോയ ആൾക്കാർ ഒരുപാട് ഭാണ്ഡക്കെട്ടുകളും പഴയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതിൽ അവരുടെ സ്കൂളിൽ പോയ ബാഗ്, കൊട, ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ നിധി നോക്കും വേണ്ടി പെൺകുട്ടികളുടെ ഉടുപ്പുകൾ. ഇതെന്താ പെൺകുട്ടിയുടെ ഉടുപ്പ് എന്ന് പറയും. അത് നമ്മുടെ ഹരീഷ് പെണ്ണാവെന്ന് വിചാരിച്ചിട്ടേ അമ്മ കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചെന്ന് പറയും. അയ്യോ, ഇപ്പോൾ ഇതൊക്കെ കഷ്ടമായല്ലേ, ഇതൊക്കെ വേസ്റ്റായെന്നില്ല. 3 വർഷം അവനായി ഇത് തന്നെ ഇടിച്ചിട്ടുണ്ട്. അമ്മ പൊട്ടുകുത്തലും കണ്ണെഴുതലും എന്നൊക്കെ പറയും. ഇതൊക്കെ അവൻ ചെയ്തെന്ന് പറയും. അപ്പോൾ അവരെല്ലാവരും കളിയാക്കി. അങ്ങനെ നമ്മുടെ സുധീഷ് ഒരു ഉടുപ്പെടുത്തിട്ട് നമ്മുടെ ഹരീഷിനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നികേഷ് അപ്പോൾ ഇതിനിടയ്ക്ക് നികേഷ് ഫോട്ടോകൾ തപ്പിയെടുത്തു. അപ്പോൾ അമ്മയും ചേട്ടന്മാരും കൂടെ നിൽക്കണ പല സൈസിലുള്ള ഫോട്ടോകൾ. എൻ്റെ മാത്രം ഫോട്ടോ ഇല്ലാത്ത ഏതൊരു സംശയം വന്ന് അപ്പോഴത്തേനും സുഭാഷിനും സുധീഷിനും ഹരീഷിനൊക്കെ ഭയങ്കര ടെൻഷൻ. അപ്പോൾ അവർക്ക് എല്ലാ സത്യങ്ങളും അറിയാം, നമുക്കാണൊന്നും അറിയാണ്ടിരുന്നിരുന്നത്. അങ്ങനെ അവർ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും, ഇത് കാണുമോ നമ്മുടെ നികേഷിന് എന്ത് മറുപടി പറയുന്ന എടാ, അത് അന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റിയിട്ടുണ്ടാവില്ല. അതെയോ, എന്നാൽ ശരി, കുഴപ്പമില്ലാന്ന് പറയും. അപ്പോഴാണ് വേറൊരു അമ്മയും മോൻ്റെയും കൂടെ ഒരു ഫോട്ടോ. നല്ലൊരു മോനും നല്ല സുന്ദരിയായൊരു അമ്മയും. ഇതാരാണ് എന്ന് പറയും. ഇത് നല്ലൊരു ഫോട്ടോ, നല്ല ഭംഗിയുള്ളവൻ. അപ്പോൾ അത് അങ്ങനെ കുറേ സംശയങ്ങൾ. അങ്ങനെ നമ്മുടെ നികേഷിൻ്റെ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ ഒക്കെ മാറ്റി വെച്ചാൽ അതാരെങ്കിലും പിന്നെ പറയും എവിടെയുള്ളൊരു ചിറ്റയെന്ന് പറയും, അതായത് കുഞ്ഞമ്മ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനൊരു കുഞ്ഞമ്മനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കും. അപ്പോഴത്തേനും ഹരീഷും സുധീഷും ഒക്കെ ആകെ ഭയങ്കര പരവശമായി, സത്യം വെളിപ്പെടാൻ പോകണോ എന്നുള്ളൊരു ടെൻഷനിൽ അവർ പരമാവധി ആ ഫോട്ടോ ഉള്ള പെട്ടി മാറ്റി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കണില്ല. എന്ത് ചെയ്യും? നമ്മുടെ നികേഷിന് വറ്റ ഞാൻ നോക്കട്ടെ അങ്ങനെ പല സൈസിലുള്ള ഫോട്ടോകൾ കിട്ടി. അപ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നി. ഞങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെണ്ണ് കുറച്ചാൾ ഇവിടെ നിന്ന് പിന്നെ ആ പെണ്ണ് ഇട്ടിട്ട് പോയി. അങ്ങനെ ഒരു സംസാരം നാട്ടുകാരുടെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ ആ പെണ്ണായിരിക്കുമോ ഇതെന്നുള്ളൊരു ടെൻഷനിൽ അപ്പോൾ പെട്ടെന്ന് ഭാസ്കരൻ അങ്ങോട്ട് വരും. ഭാസ്കരനോട് ചോദിക്കും, ഇതാരാണ് ഈ പെണ്ണും ഈ കുട്ടിയും? ഞങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം വേറൊരു പെണ്ണിനെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ, അതാണോ അതെന്ന് ചോദിക്കും. നീ നിൻ്റെ കാര്യം വെച്ച് പോടാന്ന് പറഞ്ഞാൽ അയാൾ അകത്തേക്ക് പോകും. അപ്പോൾ വീണ്ടും ദേഷ്യം വരും. അങ്ങനെ നമ്മുടെ നികേഷ് വീണ്ടും അയാളുടെ ഷർട്ട് പിടിച്ചിട്ട് പറയും, സത്യം പറ, ആ പെണ്ണാണോ ഇത് എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോ എന്താണ് എൻ്റെ അമ്മയുടെ കൂടെ ഇല്ലാത്തത്, ഏട്ടന്മാരുടെ മാത്രമുള്ളല്ലോ എന്ന് പറയും. അങ്ങനെ കുറേ ചോദിക്കുമ്പോൾ അവർക്ക് ആകെ ടെൻഷനാവും. നമ്മുടെ ഭാസ്കരൻ ദേഷ്യം വരും. ആ തൂക്കി നിൽക്കണതാണ് നിന്നെ എടുത്ത് നിൽക്കുന്നത് നിൻ്റെ അമ്മ, അവരെടുത്ത് നിൽക്കുന്നത് അവരമ്മ. അതങ്ങോട്ട് കേട്ടോടുകൂടി നമ്മുടെ നികേഷിന് ഭൂമി അങ്ങോട്ട് കീഴ്മേൽ മറിയണ പോലെ തോന്നി. എന്തീ പറയണേ, നിങ്ങൾ എന്തീ പറയുന്നത്? എൻ്റെ അമ്മയോ? എൻ്റെ ചേട്ടന്മാരും ഞാനും അപ്പോൾ ഒരു അമ്മയുടെ വയറ്റിലല്ലേ ജനിച്ചതെന്നൊക്കെ ചോദിക്കും. അല്ല, അതാണ് നിൻ്റെ അമ്മ, അവരുടെ അമ്മ വേറെ എന്ന് പറയും. മനുഷ്യ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടും നമ്മുടെ സുഭാഷ്. എന്താ ഉള്ളതല്ലേ, സത്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാണ്ട് പറ്റുമോ, അവൻ പറയിപ്പിച്ചതല്ലേ എന്നെ കൊണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മുടെ നികേഷ് ആകെ തകർന്ന് തരിപ്പണാവണം. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകും. ഭാസ്കരൻ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മുടെ നികേഷ് ചോദിക്കുന്നേട്ടാ, അപ്പം എൻ്റെ അമ്മ നമ്മളൊരു അമ്മയുടെ വയറ്റിൽ അല്ലല്ലേ പിറന്നത് എന്ന് ചോദിക്കും. ഒരു വയറ്റിൽ പിറന്നതല്ലെങ്കിൽ എന്താടാ, നമ്മളൊരു അച്ഛൻ്റെ മക്കളല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ നികേഷിനെ അംഗീകരിക്കാൻ കഴിയില്ല. നികേഷ് ഇങ്ങനെ പൊട്ടി കരയിന്, എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ വന്നപ്പോൾ ഭാസ്കരൻ്റെ കോളർമ പിടിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അടിക്കാൻ പോകണം. അപ്പോഴത്തേക്കും നിധി പറയും, ഏയ് സുധീഷേ എന്ന് പറയും. കാരണം അച്ഛനാണല്ലോ എത്രയായാലും. അതുകൊണ്ട് സുധീഷ് ഇങ്ങനെ വിടും. അല്ലെങ്കിൽ മൂക്ക് ഇടിച്ച് പരത്തിയനായിരുന്നു ഭാസ്കരൻ്റെ സുധീഷ്. അതിനുശേഷം നമ്മുടെ നികേഷ് അവിടെ വന്ന് ചാരി ഇരിക്കുന്നു. അപ്പോഴത്തേനും ഹരീഷിനോട് പറയുന്നുണ്ട്, പോയി കഴിഞ്ഞിട്ട് പെട്ടി സാധനങ്ങളൊക്കെ എടുത്തേക്കടാ. എടാ, നീ ഞങ്ങളുടെ അനിയൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അമ്മ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വന്ന്. പക്ഷേ നീ ഞങ്ങളുടെ അനിയനല്ലേ, നീ ഈ വീട്ടിലല്ലേ പിച്ച വെച്ചത്, ഞങ്ങൾക്ക് നിന്നെ വേറെ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഏട്ടന്മാർ 3 പേര് പരസ്പരം അങ്ങനെ മത്സരിച്ച് കൊണ്ട് നികേഷിനെ സ്നേഹിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നികേഷ് ആകെ തകർന്നു പോയി. ഇത്രയും നാളും താൻ സ്നേഹിച്ചത് താനും തൻ്റെ ഏട്ടന്മാരും ഒരമ്മയുടെ മക്കളാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ പ്ലാനൊക്കെ പോയതോടുകൂടി അതൊന്നല്ലല്ലോ, തകർന്ന് തരിപ്പണാവണം നമ്മുടെ നികേഷ്. അങ്ങനെ നികേഷ് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പിന്നാലെ ചെല്ലണ് നമ്മുടെ സുധീഷും അതുപോലെ തന്നെ സുഭാഷും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ, അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് നിതീഷിനെ കെട്ടിപ്പിടിക്കും. നീ ഇങ്ങനെ പറയല്ലേ മോനെ, നികേഷിനെ കെട്ടിപ്പിടിക്കും. അപ്പോഴത്തേനും ഹരീഷും വരും. ഹരീഷും വന്നു കഴിഞ്ഞിട്ട് പറയും, നീ ഞങ്ങളെ വിഷമിപ്പിക്കരുത്, നീ നമ്മൾ ഒരു അച്ഛൻ്റെ മക്കളല്ലേ, പിന്നെന്താ എന്നൊക്കെ പറഞ്ഞ്
ഭയങ്കരമായിട്ട് ഇങ്ങനെ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയണ്. അപ്പോൾ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് കരയണ്. നിധിയുടെ അടുത്ത് നിധിയോട് പറയണ് ഇങ്ങനെ ഞങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം അയാൾ എവിടേക്കോ പോയി. അതിന് ശേഷം അയാൾ ഒരു ഞങ്ങളന്ന് ചെറുതായിരുന്നു, ഇതേപോലെ ഈ ഒരു പെണ്ണിനെ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് വന്ന്, ആ പെണ്ണാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഞങ്ങൾ വളർത്തി അവൻ ഇത്രയാക്കി. ഇപ്പം എല്ലാം ചെയ്തത് അയാളാണ്. ഇപ്പം ഈ സത്യം പറഞ്ഞത് അയാളല്ലേ, ഞങ്ങളുടെ അനിയൻ. ഇപ്പം അവൻ്റെ മനസ്സിൽ എന്തോരം വിഷമം ഉണ്ടാവും. ഞങ്ങളെ ചേട്ടന്മാരായിട്ട് അവൻ കാണുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷ് നിധിയുടെ മുന്നിൽ നിന്ന് പൊട്ടി കരയണ്. നിധിക്കാണെങ്കിലും സങ്കടം സഹിക്കാൻ പറ്റില്ല. നിധി ഭയങ്കര കരച്ചിൽ. നിധിക്കും അതിലൊരു പങ്കുണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നതാണല്ലോ ഫോട്ടോ ഒക്കെ കാണാനിടയായത്. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ കരയിന് നിധിയും. അതിന് ശേഷം പിന്നെ എൻ്റെ ചേട്ടനിയന്മാരും 3-4 പേരും കൂടി ഒന്നിച്ച് ഭയങ്കര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സങ്കടമൊക്കെ കൂടി പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ നികേഷ് കോളേജിൽ പോകണമെങ്കിൽ ഭാസ്കരനെ കാണും. അപ്പോൾ ഭാസ്കരൻ ആദ്യം തിരിഞ്ഞു പോകും. അതിന് ശേഷം വീണ്ടും വന്നിട്ട് പറയും, നിങ്ങൾ കാരണമാണ് സത്യങ്ങൾ എന്നോട് മറച്ച് വെച്ചില്ലേ, ഞാൻ എൻ്റെ ഏട്ടന്മാരെ എന്തോരം വിഷമിപ്പിച്ച്, എന്തോരം വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യത്തിന് ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്വന്തം അല്ലാതെ ഇരുന്നിട്ടല്ലേ എന്ന് പറയും. നീ അല്ലടാ ചോദിച്ചത്, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നികേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാസ്കരനായിട്ട് വഴക്കുണ്ടാക്കി പോകുന്നുണ്ട്.